ഇന്ന് നമ്മൾ തേങ്ങ വറുത്തരച്ച നല്ല അടിപൊളി ഒരു ചിക്കൻ കറിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു മണ്ണിന്റെ ചട്ടിക്ക് ഒരു 1/2 കിലോന്റെ അടുത്ത് ചിക്കൻ ഉണ്ടാവും. അത് കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, ഒരു സവാള ഒക്കെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ടുണ്ട്. ഇനി മസാലപ്പൊടികളായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കറിയല്ല ഉണ്ടാക്കണത്, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്ത് കിട്ടണ്ടേ. അപ്പോൾ ഞാനിതിവിടെ വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അടുപ്പൊക്കെ കത്തിച്ച് കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ തേങ്ങ വറുത്ത് അരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ആണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു 4-5 ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ. അതും ഒക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ തേങ്ങ ചിരകിയത് ചേർത്തത്. എന്നിട്ട് ഒരു തേങ്ങൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഈ ഒരു പാനിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. നല്ലോണം അങ്ങോട്ട് ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട. ഇനി അത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കറി വന്ന് നോക്കിയപ്പോൾ കറി വെന്തിട്ടുണ്ടേനും കുറച്ച് സമയമൊക്കെ കേട്ടോ നമ്മൾ കറി അടുപ്പത്ത് വെച്ചിട്ട് ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടേനും. അപ്പോൾ കിഴങ്ങും അതേപോലെ തന്നെ നമ്മളെ ചിക്കനൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരപ്പതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ തേങ്ങ അരച്ചപ്പം അണ്ടിപ്പരിപ്പ് വറുത്ത് ചേർത്തില്ലേ, അത് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ തേങ്ങൻ്റെ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത് തിളച്ചതിന് ശേഷം കറി വാങ്ങി വെച്ചു. പിന്നെ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടൊന്ന് തൂമിച്ചിട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറി തൂമിച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അടച്ചു വെക്കണം കേട്ടോ. എന്നാലുള്ളൂ ആ ഒരു വെളിച്ചെണ്ണൻ്റെയും ചെറിയ ഉള്ളിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ നല്ലോണം കറിക്ക് ഇറങ്ങുള്ളൂ. അങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ റാഗി പത്തിരിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ. നമുക്ക് ഈ ഒരു കറി പത്തിരി, ഇടിയപ്പം, ചപ്പാത്തി, അതേപോലെ തന്നെ പൊറോട്ട എല്ലാത്തിനും നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു വറുത്തരച്ച ചിക്കൻ കറി. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.